നമ്മൾ 2024 വ്യാഴ മാറ്റമാണ് പറയുന്നത്. മെയ് 1-ാം തീയതി വ്യാഴം മാറും. 2025 മെയ് വരെ വ്യാഴം ഇടവം രാശിയിലുണ്ടാവും. വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പെടുന്നവരാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. വ്യാഴം 7ലേക്കാണ് മാറുന്നത്. പൊതുവെ ദോഷമൊക്കെ ഉള്ള ദോഷങ്ങളൊക്കെ ഒന്ന് കുറയുന്ന സമയമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പല നല്ല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ ഗുണമുണ്ട്. ദൂരയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. അതിൽ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ ഉണ്ടായി വരും. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകും. രോഗങ്ങൾക്കൊക്കെ ചെറിയ മാറ്റമുണ്ടാകും. പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനും നല്ല സുഖബന്ധങ്ങൾ നേടിയെടുക്കാനൊക്കെ കഴിയുന്ന അവസരങ്ങൾ ഈ 2025 മെയ് വരെയുള്ള കാലഘട്ടത്തിലുണ്ടാകും. എല്ലാ കാര്യത്തിനും ഒരു കാര്യപ്രാപ്തി അനുഭവപ്പെടും. കാര്യഗ്രഹണശേഷി അനുഭവപ്പെടും. അതേപോലെ സന്താനങ്ങൾ മുഖേനയൊക്കെ ഒരു നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സന്താനങ്ങൾ മൂലം അല്പം മനസ്വസ്ഥത കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇടവം രാശി നല്ലതാണെങ്കിലും, അല്ല 7-ാം ഭാവം നല്ലതാണെങ്കിലും ഇടവം രാശി ചെറിയ പ്രശ്നങ്ങൾ വ്യാഴത്തിനുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങൾക്കൊക്കെ, സഹോദര സ്ഥാനികർക്കൊക്കെ ഗുണം കിട്ടും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അത്ര ഒരു ഗുണം കിട്ടാൻ സാധ്യത കുറവുള്ള ഒരു സമയമാണ്. ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. പരാജയങ്ങളൊക്കെ ഉണ്ടാവാം, അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കൂടെ ചെയ്യണം. പൊതുവേ പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമാണ്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ രീതിയിൽ നാമജപമൊക്കെ നടത്തി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ജാതകത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധി വരെ 2024 മെയ് മുതൽ 2025 മെയ് വരെയുള്ള കാലഘട്ടം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ ഈ വ്യാഴമാറ്റം വൃശ്ചികക്കൂറുകാരെ സഹായിക്കും. നമസ്തേ.